കളെ ഇതാണ് പന. ഇത് എണ്ണപ്പനയാണ്, ഈന്തപ്പനയല്ല. ഇത് നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ വലിയൊരു ഓയിൽ പാമിൻ്റെ എണ്ണപ്പനയുടെ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ റീപ്ലാന്റ് ചെയ്തിരിക്കുന്ന ഭാഗത്താണ് നമ്മളുള്ളത്. വിശാലമായ പ്രദേശമാണ്. അതിലൂടെ വണ്ടിയൊക്കെ ഓടിപ്പോകുന്നുണ്ട്. ഇവിടെ ഒരുപാട് മയിലുകളൊക്കെ ഉണ്ട്. മയിലുകളൊക്കെ ഇങ്ങനെ കരയുന്നതൊക്കെ ആ നിൽക്കുന്നതാണ് വലിയ പനകൾ. നമ്മളെ ഈ ഗൾഫിലൊക്കെ കാണുന്ന ഈന്തപ്പന പോലെ ഇവിടുത്തെ എണ്ണപ്പന എന്ന് പറയുന്നതാണ്. ഇതൊരു 3000 കൂടുതൽ ഏക്കർ സ്ഥലമാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്. കേരളത്തിലൊക്കെ ഒരുപാട് പേർക്ക് വസ്തുവില്ല, ഭൂമിയില്ല, താമസിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഗവൺമെൻറ്റൊക്കെ പറയുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങളില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നോക്ക്, വിശാലമായ ഭൂപ്രദേശത്തിൽ സ്ഥലങ്ങൾ ഫ്രീ കിടക്കണം. ആകെ നട്ടേക്കുന്ന 10 മൂട് പനയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സംഭവം നഷ്ടത്തിലായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും ഏക്കർ സ്ഥലവും ഒക്കെ. പക്ഷേ അതേസമയം മനുഷ്യർ താമസിക്കാൻ സ്ഥലമില്ലാതെ കടത്തിണ്ണകളിലും വീടില്ലാതെ വാടക വീടിലൊക്കെ കിടക്കുന്ന ഒരുപാട് ആദിവാസികളുണ്ട്. കുടിയിറക്കപ്പെട്ട, അതായത് അവർക്കുള്ള വാസസ്ഥലങ്ങളിൽ നിന്ന് അവരെ ഇറക്കി വിട്ടിട്ട് ഇതുപോലെ പ്ലാന്റേഷനോ വന്യജീവി സംരക്ഷണമോ ഒക്കെ പറഞ്ഞ് ഇറക്കി വിട്ട് ഒരുപാട് മനുഷ്യർ പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതേസമയം വളരെ വിശാലമായ സ്ഥലങ്ങളിൽ 2-3 ഈന്തപ്പനയൊക്കെ നട്ട് എണ്ണപ്പനയൊക്കെ നട്ടിട്ടിട്ട് കിലോമീറ്റർ കണക്കിന് ഏരിയകൾ ഇട്ടിട്ടുണ്ട്. ഈ ഓയിൽ പാം എന്ന് പറയുന്നത് നമ്മളെ പാം ഓയിൽ എടുക്കുന്ന പാമാണ്. പാം ഓയിൽ ഉപയോഗിച്ചുകൂടാന്നും പറയുന്നുണ്ട്. എന്തൊക്കെയായാലും കേരളം വളരെ മനോഹരമാണ്. വളരെ മനോഹരമായ വലിയ ഭൂപ്രദേശം കാലിയായിട്ട് കിടപ്പുണ്ട്. ആ ഭാഗത്താണ് അമ്പനാട് എസ്റ്റേറ്റ്. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം അവിടെ ഉണ്ട്. ഒരു ഏക്കറിന് 75 പൈസയോ 1 രൂപയും കണ്ടാണ് ലീസ് ഒരു വർഷത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് ഏക്കർ ഉണ്ടെങ്കിലും തുച്ഛമായ ഏക്കറിനാണ് പൈസ കൊടുക്കുന്നത്. അങ്ങോട്ട് അതുപോലെ തന്നെ രാജാത്തോട്ടം, അങ്ങനെ കുളത്തൂപ്പുഴ, അങ്ങനെയുള്ള തെമ്മല ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിലൊന്നും അധികം മനുഷ്യർ താമസമില്ലാത്ത വലിയ ഭൂപ്രദേശമാണ്. അതായത് അമ്പനാട് എസ്റ്റേറ്റും ഓയിൽ പാമ്പും ഒക്കെ കൊല്ലം ജില്ലയുടെ പകുതിയോളം വരുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ നല്ലൊരു ഭാഗവും കാലിയായിട്ടും ഇതുപോലെ തന്നെ ഉപയോഗശൂന്യമായിട്ടും ലാഭകരമല്ലാത്ത കൃഷികളും നഷ്ടപരമായ കൃഷികളും നടത്തിയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ ഒരു കാര്യം സന്തോഷകരമാണ്, റബ്ബർ ഇല്ലാത്തതുകൊണ്ട് വളരെ മനോഹരമായിട്ട് കിടക്കണം. കേരളത്തിൻ്റെ യഥാർത്ഥ ഭംഗി ഇതാണ്. ദൂത് പത്തിരി എന്ന് പറഞ്ഞ് കാശ്മീരിലൊരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ പോകുന്ന ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ ദൂത് പത്തിരിയൊക്കെ കാണാൻ പോകുന്നവർക്ക് അതിന് ബദലായിട്ട് കേരളത്തിൽ കാണാൻ പറ്റിയ ഒരു വളരെ മനോഹരമായൊരു സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ എണ്ണപ്പന. ഇത് ഫ്രീ ആട്ടോ, അവിടെ കയറാം, ആർക്കും കയറാം. ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കാം, ഒക്കെ ചെയ്യാം. വേണ്ട, മയിലുകളൊക്കെ കരയുന്ന സൗണ്ടുകളുണ്ട്, ഒരുപാട് വന്യജീവികളുണ്ട്. ഇവിടെ രാജവെമ്പാലയൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മളെ വാവ സുരേഷ് പണ്ട് വലിയൊരു ഗവണ്ടം രാജവെമ്പാലയെ പിടിച്ചൊരു സ്ഥലമെന്ന് ഒത്തിരി എണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട് ഇവിടുന്ന്. അതുപോലെ വന്യജീവികൾ, പന്നികൾ, മറ്റുള്ള ജീവികളെല്ലാം ഉള്ളൊരു വളരെ വളരെ പ്രവിശാലമായ ഒരു ഭൂപ്രദേശമാണ് ഈ പറ്റുള്ളത്. അപ്പോൾ കൊല്ലം ജില്ലയിൽ ആരെങ്കിലും വന്നാൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഏതെങ്കിലും ഒരു പ്ലാന്റേഷൻ കണ്ടാൽ വളരെ രസകരമായിട്ടുള്ള അനുഭവമായിരിക്കും. അതുപോലെ തന്നെ അമ്പനാട് എസ്റ്റേറ്റ്, ഒരുപാട് കാഴ്ചകളുണ്ട് കേരളത്തിൽ. പ്രത്യേകിച്ച് ഈ മൺസൂൺ യാത്രകൾക്ക് ഏറ്റവും പറ്റിയ സ്ഥലമാണ് ഇങ്ങനെയുള്ള ഭൂപ്രദേശങ്ങൾ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.